സുബഹിക്ക് അവിടെ ഒരു മൗലിദ് ഉണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ മൗലിദ്. ഇവിടെ ICF-ന്റെ പ്രവർത്തകരും അല്ലാത്തവരൊക്കെ അവിടെ ആ മൗലിദിന് സ്ഥിരമായി പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. ജമാഅത്തിന് നടത്തണം. ഒരു മുക്കാൽ മണിക്കൂർ സലാലിൽ നിന്ന് യാത്ര ചെയ്യും. ഒരു ദിവസം ഞാനും പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ആ മൗലിദിന്റെ സദസ്സ് കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല മഹാന്മാര്, മനുഷ്യർ, നല്ല സൂഫിയാക്കൾ, ദുആക്കൊക്കെ ഇജാബ്. അവരെ മുഖം നോക്കിയാൽ തന്നെ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അത്രി സുജൂദ്, അവരെ മുഖം നോക്കിയാൽ തന്നെ ഈമാന്റെ പ്രകാശം കാണും. അഹ്ലു ബൈത്തിൽപ്പെട്ട നല്ല നല്ല സ്വാലിഹീങ്ങളായ ആളുകൾ ദുആ ചെയ്യുന്ന ആ ദുആയിൽ ഒരു ഇടം കിട്ടാൻ വേണ്ടി പാതിര സമയത്ത് അല്ലെങ്കിൽ സുബഹിന്റെ എത്രയോ മുമ്പ് തന്നെ സലാലിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് ഈ മൗലിദിന്റെ സദസ്സിലെത്തും. അങ്ങനെ ഒരു മൗലിദ് നടക്കുന്ന ഒരു സദസ്സാണ്. മൗലിദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെല്ലുന്ന മൗലിദല്ല, അവരുടേതായ ഒമാനികൾ ചെല്ലുന്ന ഒരു പ്രത്യേക ഒരു മൗലിദ്. അതിൽ പല മലയാളികളും കൂടാറുണ്ട്. അവിടെ നമ്മളെ ഹദ്ദാദ് പതിവാക്കാൻ വേണ്ടി ഞാൻ മനസ്സിൽ കരുതുകയാണ്. ഹദ്ദാദ് റാത്തീബ്. എന്താണ് ഹദ്ദാദ് റാത്തീബ് കൊണ്ട് പ്രത്യേകത? കേരളത്തിൽ കോവിഡ് വന്ന്, നിപ്പ വൈറസ് വന്ന്, അപ്പോഴൊക്കെ ആളുകൾക്ക്